താങ്കളുടെ ഒരു ആഗ്രഹം, താങ്കളുടെ ഉത്തരവാദിത്വം ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. തനിക്ക് KPCC അധ്യക്ഷനാവാൻ തനിക്ക് താല്പര്യമുണ്ട്, അതിൻ്റെ കാരണവും വിശദമാക്കി. മറ്റു പലരും ഇതുപോലെ ആവശ്യപ്പെടുന്നുമുണ്ട്. ഈ ഘട്ടത്തിൽ എന്താണ് പറയാനുള്ളത്? ഞാൻ പറഞ്ഞത് KPCCയുടെ പ്രസിഡന്റ് ആകാൻ ആർക്ക് വേണേലും ആവശ്യപ്പെടാം, അവകാശപ്പെടാം. പക്ഷേ KPCC പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ 14 ജില്ലകളിലെയും കോൺഗ്രസ്സുകാരെ നേരിട്ടറിയാവുന്ന ഒരാളായിരിക്കണം. 14 ജില്ലകൾ മാത്രം പോരാ, 140 അസംബ്ലി മണ്ഡലം, 1000-ഓളം വരുന്ന പഞ്ചായത്തുകൾ, അവിടെ എല്ലാം കോൺഗ്രസ്സുകാർ, യൂത്ത് കോൺഗ്രസ്സുകാർ, പാർട്ടിയുടെ സമസ്ത മേഖലകളിലും പ്രവർത്തിക്കുന്ന ആളുകളെ നേരിട്ടറിയാവുന്ന ഒരാൾ വേണം KPCC പ്രസിഡൻ്റാകാൻ. ആ KPCC പ്രസിഡന്റ് നിലപാട് വേണം എല്ലാ കാര്യത്തിലും, മനസ്സിലായില്ലയോ? മാത്രമല്ല അദ്ദേഹം യോഗ്യനായിരിക്കണം, കഴിവുള്ള ആളായിരിക്കണം. മാത്രമല്ല അദ്ദേഹത്തിന് പാരമ്പര്യം വേണം, പൈതൃകം വേണം. അപ്പോൾ പൈതൃകമുള്ള, പാരമ്പര്യമുള്ള, പ്രവർത്തന പാരമ്പര്യമുള്ള, നിലപാടുകളുള്ള ഈ കേരളത്തിൽ ഈ പറഞ്ഞ പോലെ 14 ജില്ലകളിലെയും 140 അസംബ്ലി മണ്ഡലങ്ങളിലെയും 1000-ഓളം വരുന്ന പഞ്ചായത്തിലെയും കോൺഗ്രസ് പ്രവർത്തകരെ നേരിട്ടറിയാവുന്ന ഒരാൾ KPCC പ്രസിഡന്റ് ആകുന്നില്ലെങ്കിൽ, മന്ത്രിമാരൊക്കെ വലിയ പ്രമാണിമാരാണ്. മന്ത്രിമാരെ ഈ KPCC പ്രസിഡന്റിനെ ബഹുമാനിക്കണമെങ്കിൽ, ആദരിക്കണമെങ്കിൽ, അംഗീകരിക്കണമെങ്കിൽ അത്തരം ഒരാൾ KPCC പ്രസിഡന്റ് ആവണം. അപ്പോൾ ഗവൺമെൻറ്റിനെ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, 1 മാസമായാലും അതിന് മുമ്പ് തന്നെ ആക്രമണം ആരംഭിച്ചു, BJPയുടെ ഭാഗത്തു നിന്ന് ആക്രമണം. അപ്പോൾ ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ ഇവിടെ പാർട്ടിയില്ല, പ്രത്യാക്രമണം നടത്താനും പാർട്ടിയില്ല. അപ്പോൾ ആക്രമണം വരുമ്പോൾ പ്രതിരോധിക്കണം, പ്രത്യാക്രമണം നടത്തണം. അതിന് പാർട്ടി വേണം. പാർട്ടിയുടെ തലപ്പത്ത് ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി ഈ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ, ഇപ്പോൾ പഴയ ഗ്രൂപ്പൊക്കെ പോയി. ഇപ്പം നിങ്ങൾ ഏത് നേതാവിൻ്റെ കൂടെ ഇരിക്കുന്ന ആളെ എടുത്തേക്ക്, അവരൊക്കെ പഴയ കാലത്ത് ഏതൊക്കെ ഗ്രൂപ്പുകളിൽ നിന്നാണ്. ഇപ്പോൾ അവർ ആരാണോ അധികാരത്തിലുള്ളത്, ആര് വിചാരിച്ചാൽ തനിക്കൊരു പോസ്റ്റ് കിട്ടും, അവരെ സ്വയം തിരഞ്ഞെടുത്ത് ആ ആളുടെ കൂടെ നിൽക്കുകയാണ്. ആ ആളിനോടും ഇവർക്ക് യാതൊരു താല്പര്യമില്ല, കൂറും വിധേയത്വവും ഇല്ല. എങ്ങനെയെങ്കിലും അവരെ സൂചിപ്പിച്ചൊരു സ്ഥാനം നേടിയെടുക്കുക എന്നുള്ളേ കവിഞ്ഞ് ഇന്നത്തെ തലമുറയ്ക്ക് വേറൊരു ലക്ഷ്യമില്ല. അതുകൊണ്ട് അത് അപകടകരമായ ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. എല്ലാവരും അധികാരത്തിന് പാർട്ടി ഉണ്ടാവില്ല. പിന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ കാര്യം ജാതി സമവാക്യമാണ്. പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മന്ത്രിമാരെ കിട്ടിയപ്പോൾ 4 ഈഴവരെ വെച്ചത്, അവരെ നോക്കാറില്ല. ഇപ്പോൾ പിണറായി വിജയനും ഗോവിന്ദനും, മനസ്സിലായല്ലോ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരങ്ങനെ പിന്നെ ജാതി സമവാക്യം നോക്കിയല്ല, യോഗ്യത നോക്കിയാണ് ആളെ വയ്ക്കുന്നത്. യോഗ്യത നോക്കിയ ഒരാളെ വെച്ച് കഴിഞ്ഞാൽ അയാൾ സ്വയം അയോഗ്യനാന്ന് തെളിയിക്കുന്ന അല്ലാതെ ഒരാളെ വയ്ക്കുമ്പോൾ ഒരു യോഗ്യത. ഞാൻ പറയുന്നത് ജാതി സമവാക്യങ്ങൾ പ്രസിഡന്റുമാരെ വെച്ച് പാർട്ടി ഒരു പരുവായി. ഇനിയും അങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജാതി സമവാക്യങ്ങൾ നോക്കാൻ പാടില്ല, യോഗ്യത മാനദണ്ഡമാക്കണം. ഈ പാർട്ടിയെ കൊണ്ടു നടക്കാൻ ശേഷിയും ക്ഷേമോഷിയുമുള്ള ഒരാളിൻ്റെ കയ്യിൽ നേതൃത്വം ഏൽപ്പിക്കണം. എനിക്ക് പറയാനുള്ള ഞാൻ പാർട്ടി നേതൃത്വത്തോട് പറഞ്ഞു, ഞാൻ 2001 KPCC ജനറൽ സെക്രട്ടറി, ഞാൻ വഹിക്കാത്ത ഒരു പദവി ഈ പാർട്ടിയിലില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങാൻ ജയിച്ച KPCC മെമ്പറാണ്, എലക്റ്റഡ് ACC മെമ്പറാണ്. 2001 ശേഷം 24 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഒരു രാഷ്ട്രീയ കാര്യസമിതി അംഗമായി തന്നത്. എനിക്കൊരു അയോഗ്യതയില്ല, ഞാൻ ആരുടെയും പുറകിനൊരു സ്ഥാനമാനം ചോദിച്ചു പോയിട്ടില്ല. അറിഞ്ഞൊട്ട് പാർട്ടി തന്നിട്ടുമില്ല, ഞാനൊട്ട് ചോദിച്ചിട്ടുമില്ല. ഇപ്പം ഞാൻ ചോദിക്കുന്നു, അറിഞ്ഞു തരുമെന്നുള്ള വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണല്ലോ ചോദിക്കുന്നത്. അപ്പോൾ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. ഇപ്പം ഞാൻ ഈ പേരുകാരെല്ലാം വന്നിരിക്കുന്ന ഓരോ പിന്നെ ജാതി സമവാക്യത്തിൻ്റെ പേരിലാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഒരു ജാതി സമവാക്യത്തിൻ്റെയും ഒരു സപ്പോർട്ടും ആവശ്യമില്ല. ഞാൻ എൻ്റെ പാർട്ടിയിലെ പ്രവർത്തന പാരമ്പര്യം വെച്ചിട്ടാണ് KPCCയുടെ പ്രസിഡൻ്റായിട്ട് ഇന്നുയർന്നു വന്നിരിക്കുന്ന പേരുകളിൽ പരിഗണിക്കാൻ കഴിയുന്ന ഒരു പേരാണ് എൻ്റെ പേരെന്നുള്ളത്. അത് കേൾക്കുന്ന ആർക്കും മനസ്സിലാവും. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർ 2 കൈയും നീട്ടി സ്വീകരിക്കും, അതിനകത്ത് യാതൊരു തർക്കവും എനിക്കില്ല. പിന്നെ PR വർക്ക് നടത്താൻ എനിക്ക് ആളില്ല, ഫേക്ക് ഐഡികൾ ഉണ്ടാക്കാൻ എനിക്ക് ആളില്ല, എൻ്റെ കയ്യിൽ ചിലവാക്കാനായിട്ട് പണവുമില്ല, മനസ്സിലായോ? ഇതിനൊക്കെ PR വർക്ക് നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ ഓരോരുത്തരും അവരുടെ അവദാനങ്ങൾ വാഴ്ത്തുന്നു. അവർക്ക് അവരോടാണ് കൂറും വിധേയത്വവും പ്രതിബദ്ധതയും, പാർട്ടിയോടില്ല. എനിക്ക് എൻ്റെ പാർട്ടിയോടാണ് കൂറ്, വിധേയത്വം, പ്രതിബദ്ധത. ഞാൻ ഇതുവരെ അതുകൊണ്ടാണ് ഒരു സ്ഥാനം ചോദിക്കാതിരുന്നത്. ഇപ്പോഴ് ഞാൻ ചോദിക്കുന്നു.
ആ ചോദിക്കുന്ന കൂട്ടത്തിൽ ഞാനിപ്പോൾ ഡൽഹിയിൽ പോകുമ്പോൾ മല്ലികാർജ്ജുന ഖാർഗെയെ കാണും, പ്രതിപക്ഷ നേതാവിനെ കാണും, അതുപോലെ KC വേണുഗോപാലിനെ കാണും. കേരളത്തിലെ മുഖ്യമന്ത്രിയോടും ഞാൻ എൻ്റെ ഈ ന്യായമായ ആവശ്യം ശ്രദ്ധയിൽപ്പെടുത്തും. തന്നാൽ എന്താണ് ഒരു KPC പ്രസിഡന്റ്, എന്താണ് പാർട്ടി എന്ന് ഞാൻ തെളിയിച്ചു കൊടുക്കും കിട്ടിയാൽ. തീർച്ചയായും കൃത്യമായ ഉത്തരവാദിത്വ ബോധത്തോടെ പാർട്ടിയെ നയിക്കാൻ ആളില്ല എന്ന ആശങ്കപ്പെടുന്ന സാഹചര്യത്തിലാണ് താൻ ഇങ്ങനെ ഒരു തന്റെ തീരുമാനം പാർട്ടി നേതൃത്വത്തെയും നേതാക്കളെയും അറിയിച്ചത്. അതിൽ ഉറച്ചു നിൽക്കും. അവർ തന്നാൽ അല്ലെങ്കിൽ അവർ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചാൽ പാർട്ടിയെ ശക്തമായി മുന്നോട്ട് നയിക്കും എന്നുകൂടിയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP നമ്മോട് പറയുന്നത്. കാസർഗോഡും രതീഷ് വാസുദേവൻ, ന്യൂസ് മലയാളം.